കറുത്തിപ്പത്തേട്ടാ ഡയറക്ടറിന്റെ മുമ്പത്തെ 2 പടം ബ്രഹ്മയുഗവും മറ്റേ പടത്തിന്റെ പേരെന്താ ഭൂതകാലം. അത് രണ്ടും കണ്ടിട്ടാണ് വന്നേക്കണേ. ആ ഡയറക്ടറിന്റെ ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ട്രെയിലറെ കണ്ടിട്ട് നല്ലൊരു അഭിനയമാണ് പ്രണവിന്റെ. എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് വന്നേക്കണത്. പിന്നെ ഈ ഒരു പടത്തിന്റെ ടെംപ്ലേറ്റ് വെച്ച് 9 വരെയ്ക്ക് ഒരു നൈറ്റ് ഷോ കിട്ടിയതിന് അതിന്റെ ഒരു ഇതിൽ തന്നെ അത് കാണാനാണ് വന്നേക്കുന്നത്. നല്ല പ്രതീക്ഷയാണ്. നല്ല രീതിയിൽ പോകും. എന്തായാലും നമ്മളെ പ്രണവിന്റെയാണ് പടം. ഇപ്പൊ ഒന്നും നോക്കുകയില്ല. എന്തായാലും അച്ഛൻ്റെയാണ് മോൻ. അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ല. കിടക്കും. ബാക്കി കണ്ടിട്ട് പറയും. പ്യാടിക്കുകയും ചെയ്യും, ഞെട്ടുകയും ചെയ്യും, എല്ലാ രീതിയിലും പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷിച്ച് തന്നെ വന്നത്. പ്രതീക്ഷയുണ്ട്. രണ്ടും കൽപ്പിച്ച് തന്നെ. എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. പിന്നെ ഓണർ ജോണേഴ്സിന് പറ്റിയൊരു പുള്ളിക്കാരനാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രണവ് മാക്സിമം നല്ല രീതിക്ക് വരുമെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. രാഹുൽ ഡയറക്ടറിന്റെ എക്സ്പെക്ടേഷൻ ആണ്. കാരണം രാഹുൽ നല്ല രീതിക്ക് മേക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ഓറർ ജോണേഴ്സ് ഒക്കെ. പിന്നെ പ്രണവിന്റെ ഉള്ളിലുള്ളൊരു കഴിവുണ്ട്. അത് കംപ്ലീറ്റ് കൊണ്ടുവരാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. ബാക്കിയൊക്കെ പടം കണ്ടു കഴിഞ്ഞ ശേഷം പറയാൻ പറ്റത്തുള്ളൂ. ഏതാ ട്രെയിലർ അല്ലേ? ഞാൻ അടുത്ത ദിവസം രാവിലെ കാണാൻ വേണ്ടി ഇരിക്കുന്ന പടം ഇന്ന് രാത്രി വന്ന് കാണണമെങ്കിൽ ആ എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ടല്ലേ വന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരും ഇത്രയും പേര് വന്ന് നിൽക്കുമോ? ഇല്ല. ആ ഒരു രാഹുൽ എന്ന സംവിധായകന്റെ എക്സ്പെക്ടേഷനിലാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട് ഒരുപാട്. ആരും ബോറടിപ്പിക്കത്തില്ല. പിന്നെ ഡ്യൂറേഷനും ആ ഒരു ലെവലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാം. പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല. എന്താ ഒരു എലമെന്റ് മിക്കവാറും കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എലമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ആൾക്കാർ വരാൻ വേണ്ടിയുള്ളതാവാം. പക്ഷെ എന്തായാലും രാഹുൽ നിരാശപ്പെടുത്തില്ല, അത് ഷുവറാണ്. നല്ല എക്സ്പെക്ടേഷൻ ആണ്. അതെ, ഇത് ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ്. അതായത് പ്രണവ് ഇതുവരെയും ചെയ്യാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇത് ട്രൈ ആണെന്ന് തോന്നുന്നു. വളരെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ പ്രമേഹം സിനിമയുടെ ഡയറക്ടറല്ലേ, അതുകൊണ്ട് ഒരുപാട് എക്സ്പെക്ടേഷൻ ആണ്. നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ ഉണ്ടാവുമെന്ന്. പക്ഷെ ലാലേട്ടൻ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വൻപിച്ച സർപ്രൈസ് ആയിരിക്കും. ഉറപ്പായിട്ടും നല്ല രസമായിരുന്നു. നല്ല വിഷ്വൽ ട്രീറ്റ്മെന്റ് അല്ലേ നമ്മുടെ ഈ രാഹുൽ സദാശിവന്റെ പടങ്ങളെല്ലാം. അപ്പം അതിൻ്റെതായ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ ആയിരിക്കും. ഭയങ്കര ഒരു ഹൊറർ പരിപാടിയല്ലേ. അപ്പം അതേപോലെ അതെ, ട്രെയിലർ ബാക്കിയുള്ള ഫിലിമിൽ വെച്ചല്ല, ഇതിന്റെ ട്രെയിലറും ടീസറും എനിക്ക് ഏകദേശം എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇനി പടം കണ്ടിട്ട് ബാക്കി അറിയാൻ പറ്റും. എന്താണ് കാണാതെ അറിയാൻ പറ്റത്തില്ലല്ലോ. കണ്ടിട്ട് ട്രെയിലറിൽ കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടിട്ട് ബാക്കി റിവ്യൂ പറയാം. പ്രതീക്ഷ നല്ലൊരു സിനിമയിൽ മാറണമെന്നാണ് ആഗ്രഹം. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പോൾ പ്രണവിൻ്റെ കരിയർ ബെസ്റ്റ് എക്സ്പീരിയൻസ്, കരിയർ ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല പ്രതീക്ഷ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതെ, എനിക്ക് റെഡിയായിട്ട്. ഞാൻ ബേസിക്കലി ഒരു പ്രണവ് ഫാനാണ്. അപ്പോൾ ഇതുവരെയുള്ളതിൽ പ്രണവിൻ്റെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ട്. ഓക്കെ.